നമസ്കാരം ഗുരുജി. ഈ നാഡീ ജ്യോതിഷത്തെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടാണല്ലോ. അതിന്റെ സാധ്യതകളെ പറ്റി, നാഡീ ജ്യോതിഷത്തിന്റെ സാധ്യതകളെ പറ്റി ഒന്ന് വ്യക്തമാക്കാമോ? അതായത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ വലിയ കർമ്മദോഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നാഡീ ജ്യോതിഷത്തിലൂടെ പരിഹരിക്കാവുന്നതൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, എല്ലാ എ ടു ഇസഡ് ഡീറ്റെയിൽസും നാഡീ ജ്യോതിഷത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുമെന്നും കേട്ടിട്ടുണ്ട്. അതിന്റെ സാധ്യതകളെ പറ്റി, ഈ കാലഘട്ടത്തിലെ അതിന്റെ ഒരു ആവശ്യകതയെ പറ്റി ഒന്ന് വ്യക്തമാക്കാമോ? നാഡീ ജ്യോതിഷത്തിന്റെ നാഡീജ്യോതിഷം വളരെ സൂക്ഷ്മമായിട്ട് പൂർവ്വജന്മ ഫലങ്ങളെ കുറിച്ച് അറിയാനിടയാക്കുന്നതാണ്. അതിന് അഗസ്ത്യനാഡിയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാണ്ഡങ്ങളുണ്ട്. അതിലൂടെ നമ്മളുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്താൽ ഈ ജന്മത്തിൽ യാതൊരുവിധ ദോഷവുമില്ലാതെ ജീവിക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ വക്താക്കൾ, ഇത് പറഞ്ഞു തരുന്ന ആളുകൾ എങ്ങനെയാണ് വളരെ സൂക്ഷ്മമായിട്ട് കാണ്ഡം നോക്കി താളിയോല നോക്കി ഇത് വായിച്ചു തരാൻ ശരിക്കും അറിയുന്ന ആളുകളെ തന്നെ സമീപിക്കുക. അതിൻ്റെ ആ വ്യാഖ്യാനമൊന്നുമല്ല, അത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അതുപോലെ പറഞ്ഞു തരികയും അതുപോലെ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മളും തയ്യാറാവണം. പല ഘടകങ്ങളുണ്ട് അതിൽ. കാരണം ഇതിൽ രണ്ടു കൂട്ടരുടെയും ശ്രദ്ധ ആവശ്യമാണ്. അവിടെ അഗസ്ത്യനെ പോലെയുള്ള മഹർഷികൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോഴത്തെ വക്താക്കൾ, പറയാനിരിക്കുന്ന ആളും കേൾക്കാനിരിക്കുന്ന ആളും അതൊക്കെ എത്രമാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനോട് ആ വിഷയത്തോട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അത് ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ്. പിന്നെ ആധുനിക നാഡീജ്യോതിഷവും സാധാരണ ജ്യോതിഷം എന്ന് പറഞ്ഞൊരു ജ്യോതിഷമില്ല. സാധാരണയായി നിലനിൽക്കുന്ന ജ്യോതിഷ ശൈലികളും തമ്മിൽ ആഴത്തിൽ പൂർവ്വകാലത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പാരമ്പര്യ ജ്യോതിഷികൾ പറഞ്ഞിരുന്ന അതേ ശൈലികളിലുള്ള ധാരാളം കാര്യങ്ങളാണ് നാഡിയിൽ പരിഹാരമായി പറയുന്നതൊക്കെ. ഇന്ന് പിൽക്കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പരിഹാര ശൈലികൾ പലപ്പോഴും ആ പുരാതന ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയിപ്പോയി എന്നുള്ളതാണ് അതിലെ ഒരു കുറവ്. കാരണം ഒരുപാട് ടിപ്സാണ് പറഞ്ഞിരുന്നത്. അത് പണ്ട് പാരമ്പര്യ ജ്യോതിഷനും പറഞ്ഞു കൊടുത്തിരുന്നു. ഒരുപാട് പരിഹാരങ്ങൾ വീടുകളിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ യഥാർത്ഥ മാന്ത്രിക പൂജയ്ക്ക് ഈ മണിയടിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഉള്ളതാണ്. താന്ത്രിക ശൈലി നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന തന്ത്രശാസ്ത്രത്തിന്റെ രീതിയിലാണ് ഈ ഒരുപാട് കോലാഹലങ്ങളും, അത് മോശമെന്നല്ല, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതൊക്കെ ഉള്ളത്. എന്നാൽ പരമ്പരാഗതമായ മാന്ത്രിക പൂജകൾ അതില്ല. അത് തന്നെയാണ് നാഡിയിലെ പരിഹാരങ്ങൾ. നാഡിയിൽ അഗസ്ത്യ നാഡി അല്ലെങ്കിൽ മറ്റുള്ള നാഡികൾ വായിച്ചിട്ട് അതിനകത്ത് പറയുന്ന പരിഹാരങ്ങളെല്ലാം തന്നെ പുരാതനമായിട്ടുള്ള ജ്യോതിഷികൾ കൈകാര്യം ചെയ്യുന്ന ശൈലികളൊക്കെ തന്നെയാണ്. ഈ പരമ്പരാഗത ജ്യോതിഷത്തെ പറ്റി അങ്ങ് പറഞ്ഞു, അതിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ജ്യോതിഷന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ? ഇതിപ്പോ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ, മണിപ്രവാള ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ, മാന്ത്രികത്തിലും ഉണ്ട് അങ്ങനെ. അതിനു മുമ്പ് സംസ്കൃതത്തിലുള്ളത്, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് ഭാഷയിലുള്ളത്, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് വന്നിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരുന്നത്. അങ്ങയുടെ ഒരു മെത്തേഡ്, അങ്ങും ഒത്തിരി കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പല ക്ലയൻസിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ടല്ലോ. അതിൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ജ്യോതിഷത്തിന്റെ ഒക്കെ രീതികൾ അവലംബിക്കാറുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. അതിന് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഗ്രഹത്തിന്റെ ദോഷത്തിന് പരിഹരിക്കേണ്ടത് വസ്തുതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതകൾ ഏതൊക്കെ, അതിന്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. അപ്പോ യുഗ്മരാശിയിൽ ഇന്ന ഗ്രഹം നിന്നാൽ ഇന്ന ദേവതകൾ. ഇപ്പൊ ശുക്രൻ യുഗ്മരാശിയിൽ നിന്നാൽ ഗണപതി, ഓജരാശിയിൽ നിന്നാൽ ഗണപതി, യുഗ്മരാശിയിലാണെങ്കിൽ പാർവതി, ഇങ്ങനെയൊക്കെ ഓരോന്നിനെ നമ്മൾ സൂചിപ്പിക്കാൻ പറയുന്നുണ്ട്. ഇത് ഓരോ നക്ഷത്രങ്ങൾക്ക്, ഓരോ ഗ്രഹങ്ങൾക്കും ഇതുപോലെ യുഗ്മരാശിയിൽ നിന്നാൽ, ഓജരാശിയിൽ നിന്നാൽ അതേതൊക്കെ ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ 33 കോടി ദേവതകളെ നമ്മൾ വെച്ചിരിക്കുക. ഇതെല്ലാം മനസ്സിനെ പ്രതിനിധാനം ചെയ്യുക. കാരണം ഒരാളുടെ മനസ്സും മറ്റൊരാളുടെ മനസ്സിന് തത്തുല്യമായിട്ട് വരുന്നില്ല. സത്വരജസ്തമോ ഗുണപ്രധാനമായിരിക്കുന്ന മനസ്സിന് അവയ്ക്കനുസൃതമായ ത്രിഗുണങ്ങളാൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേവതകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സിന്റെ ആ ഭാവത്തെ, ദോഷഭാവത്തെ ഇല്ലാതാക്കുകയും സദ്ഭാവത്തെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അങ്ങ് ആർജിച്ചത്, അതായത് ഈ പരമ്പരാഗത രീതികൾ അങ്ങ് ആർജിച്ചത് പഴയ താളിയോലകൾ വഴിയോ അതോ പൂർവികരിൽ നിന്ന് ആർജിച്ചു? മറ്റു പല ജ്യോതിഷ
വിദ്വാൻമാരും അത് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിരന്തരമായ ഗവേഷണം, പിന്നെ ഇന്ത്യയിൽ നിൽക്കുന്ന എല്ലാവിധ ഹോരാശാസ്ത്രങ്ങളും ഇന്ന് കിട്ടാവുന്നതെല്ലാം, പിന്നെ കഴിഞ്ഞ കാലയളവിലെ മഹാന്മാരായ ജ്യോത്സ്യന്മാര് മൺമറഞ്ഞു പോയിരിക്കുന്നവരെ അനുവർത്തിച്ചിരിക്കുന്ന ശൈലികൾ, അവരെഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പുരാതനമായ ജ്യോതിഷ രീതികൾ, ഇതെല്ലാം ഗ്രീക്ക് അസ്ട്രോളജി, ഇങ്ങനെയുള്ളതെല്ലാം കൂടി ഒരു അപഗ്രഥിച്ച് നാഡീജ്യോതിഷത്തിൽ ഞാൻ തന്നെ പ്രവചിച്ചിട്ട് അത് ശരിയാണോ, നാഡിയിൽ ഇത് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ അവര് നേരത്തെ തന്നെ പറഞ്ഞൊന്നും പരസ്പരം ധാരണയില്ലാതെ വിട്ടിട്ട് നോക്കി, ഇങ്ങനെയുള്ള ഒരുപാട് ഗവേഷണങ്ങളിലൂടെയാണ് ഞാനൊരു ഫലം പറയാനായിട്ടിരിക്കുന്നത്. അത് പലപ്പോഴും അങ്ങനെ ഇത്രയും കാലത്തെ എന്ന് വെച്ചാൽ ആ നിമിഷം ചെയ്തു എന്നല്ല, ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത് അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പലപ്പോഴും കറക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും കറക്റ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ ഇതുവരെയോ? എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തില് റിസർച്ച് നടത്തുന്ന, ജ്യോതിഷത്തിൽ കുറച്ച് റിസർച്ച് നടത്തുന്ന ഒരാളാണ് അങ്ങ്. പലരും ഒരു പ്രൊഫഷൻ പോലെ ചെയ്യുമ്പോൾ ഈ റിസർച്ചുകൾ അങ്ങയുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു പ്രൊഫഷനിൽ എത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എത്രമാത്രം ഒരു ഇതായിട്ടുണ്ട്, ഗുണമായിട്ടുണ്ട്? 100%. കാരണം ഈ നിമിഷം പോലും ഞാൻ മിഥുനെ പഠിച്ചുകൊണ്ടിരിക്കുക. മുന്നിലിരിക്കുന്ന ആളിന്റെ ഓരോ ചലനങ്ങളിൽ നിന്നും അവരുടെ ഈ നിലവിലുള്ള മനോഘടന എന്ത്, ഇത്രയും കാലവും ഞാൻ മിഥുനെ കാണുമ്പോഴുള്ള മിഥുന്റെ ഓരോ കാലഘട്ടത്തിലെയും മനോഘടന എന്ത്, സത്വരജസ്തമോ ആയിരിക്കുന്ന മനസ്സ് ഓരോ കാലയളവിലും എങ്ങനെയാണ് മിഥുനിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇതെല്ലാം ഞാനിത് പറയുമ്പോഴും ചിന്തിക്കുക. കാരണം എപ്പോഴും എന്നിലെ റിസർച്ചർ, ഗവേഷകൻ ഉണർന്നിരിക്കുക. അതിലൂടെ നമ്മൾ ഇത്രയും കാലവും ഇത്രയും ഗ്രന്ഥങ്ങളും പൂർവ്വസൂരികൾ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും എല്ലാം കൂടി അപഗ്രഥിച്ചാലും അതിലൊക്കെ അതീതമായിട്ട് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സംസ്കാരം, ഭക്ഷണം, ഭാഷാശൈലികൾ, ദേശകാലോചിതമായ രീതികൾ, ഇവയെല്ലാം കൂടി അവയെല്ലാം കൂടി നമ്മൾ ഒരു കാച്ചിക്കുറുക്കി നോക്കിയിട്ടൊക്കെ വേണം കൂടുതൽ സൂക്ഷ്മമായിട്ട് ഫലം പറയാൻ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ നിമിഷം നടക്കേണ്ടത്. അതിനുവേണ്ടി നേരത്തെ ഒരു ആസൂത്രിതമായ കാര്യമൊന്നുമല്ല. ആ നിമിഷം നമ്മൾ അത്രയും കാര്യങ്ങൾ എത്തിയിരിക്കണം. ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു പൃച്ഛകൻ ജ്യോതിഷം പറയാൻ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ തലയിൽ ഉണർന്നിരിക്കണം. ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ വരാം, നാഡീ ജ്യോതിഷത്തെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സെന്റർ എവിടാണെന്ന്. ഇത് പലയിടത്തും ഫ്രാഞ്ചൈസികളുണ്ട്, ഇതിന്റെ ഒരു സെന്റർ ഇത് കാണുമല്ലോ, അതെവിടാണ് ഇതിന്റെ? നാഡികളെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് തഞ്ചാവൂർ കുംഭകോണത്താണ്. അവിടുന്ന് പിന്നെ പല ശാഖകളിലും ഓരോ സ്ഥലത്തെ ഓഫീസുകളിലേക്കും അവിടുന്ന് ആവശ്യാനുസരണമുള്ള ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ടുപോയി അവിടെ ഇരുന്ന് വായിക്കുന്നു മാത്രം. ഗുരുജി, ഇത് അഗസ്ത്യർ എഴുതിയാണെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ പല ഋഷിമാരുടെ അവരുടേതായ നാടികളുണ്ട്. ശുഗന്റെ ഉണ്ട്, കശ്യ, അങ്ങനെ ഒരുപാട്. ഇത് ശിവനാടി അത് കേട്ടിട്ടുണ്ട്. ഇത് എഴുതിയതെന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണോ? അത് നമുക്ക് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പേര്, നാള്, ജനിച്ച വർഷം, സമയം, ആ സമയത്തെ ഗ്രഹനില എല്ലാം കൂടിയാണല്ലോ ഇങ്ങോട്ട് വിരലടയാളം കൊടുക്കും. നമ്മൾ വായിച്ചിട്ട് ക്ലിപ്തപ്പെടുത്തിയിട്ട് തരുന്നത്. നമ്മൾ ക്ലിപ്തമായോന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ ഇങ്ങോട്ട് വരും, നമ്മളുടെ പേര് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി സൂക്ഷ്മത നമ്മളുടെ ജനിച്ച സമയം, അതിലും സൂക്ഷ്മത നമ്മളുടെ ജനിച്ച സമയത്തെ ഗ്രഹനില, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ. പിന്നെ നമ്മളുടെ നിലവിലുള്ള സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വരും. പിന്നെ അത് കൃത്യമായി വായിച്ച് കേൾപ്പിക്കുന്നവരുടെ ഒരു മനസ്സുണ്ട്. അത്രയും സമർപ്പണത്തോടെയാണ് അവരിയ്ക്കുന്നത്, ആ എഴുതി വെച്ചത് വായിച്ചു തരാൻ വേണ്ടി. സ്വീകരിക്കാനിരിക്കുന്നവരും നമ്മൾ അത്രയും മാനസിക സൂക്ഷ്മതയോടെയാണോ ഇരിക്കുന്നത് എന്നുള്ളതും ഉണ്ട്.